പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് ചിത്രം ഐ നോബഡി ഇന്ന് റിലീസായിരിക്കുകയാണ്. ഏവരും വളരെ ആവേശത്തോടെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അവരുടെ ആ ഒരു സന്തോഷം പൃഥ്വിരാജ് അവരെ പൂർണ്ണ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് പ്രേക്ഷകരോട് നേരിട്ട് ചോദിച്ചറിയാം. കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഗ്രില്ലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡിമ്മായതുപോലെ തോന്നുന്നു. പക്ഷേ ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിട്ടുണ്ട്, ബീജം നന്നായിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം. അതെ, പൃഥ്വിരാജിനെ നല്ലതായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ ആളാണ്, പക്ഷേ നല്ല ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് നല്ല എടുത്തിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണ്. ആക്ച്വലി നല്ല ആക്ഷൻസ് കട്ട്സ് എല്ലാം കിട്ടായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് ലെവൽ. ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീം ലെവലായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമുക്ക് എവിടെയൊക്കെയോ കുറേ മിസ്സിങ് സംഭവിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ ഒരു ത്രില്ലർ എലമെൻറ്റ് എൻറ്റയർ ഏരിയ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ആക്ഷൻ കാര്യങ്ങൾ ഇപ്പോൾ ഓവർ ആക്ഷൻ ആയോ എന്നൊരു ഡൗട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അനാവശ്യമായ അടികളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പറയുക, നോബഡി എന്ന് പറയുന്ന എവരിബഡി നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഒരു എലമെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും നമുക്ക് അത്രത്തോളം അത് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. എന്നാലും നമുക്ക് ഒരു ആവറേജ് ലെവൽ, ദാറ്റ്സ് ഓൾ. ബാക്കിയുള്ളവരുടെ ആക്ടിങ്ങിനൊന്നും ആർക്കും ഒരു ഇതില്ല. കാരണം ഡേ ബൈ ഡേ ഓരോരുത്തർ മലയാള സിനിമയിൽ ഒരു ഇനീഷ്യൽ ക്യാരക്ടർ ഉള്ളവർ തന്നെയാണ്. ഇപ്പം പാർവതി ആയിരുന്നാൽ പോലും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു റോൾ, ഒരു അമ്മയുടെ റോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ഡേ ബൈ ഡേ കയറുന്നതോറും പുള്ളിയുടെ ആക്ടിങ്ങിനകത്ത് ഒരു കുറവുമില്ല. ആക്ഷൻ ആയിരുന്നാലും അത് അക്സെപ്റ്റബിളാണ്, അംഗീകരിക്കേണ്ടതാണ്, നോ ഡൗട്ട്. അവിടെ നമുക്ക് ഒരിക്കലും എടുത്തു പറയാൻ പറ്റാത്തൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സീൻസിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു തമിഴ് സിനിമയെ പോലെ തൊട്ടതിന് പിടിക്കുന്നതിനൊക്കെ അടിപിടിയൊക്കെ നമുക്ക് മലയാളികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ദഹിക്കത്തില്ല. അത് മാത്രമേ ഇതിനകത്തൊരു മൈനസായിട്ട് വരുന്നുള്ളൂ. ക്ലൈമാക്സിലൊക്കെ എവിടെയൊക്കെ കൊണ്ട് കുറച്ച് ചെറിയൊരു രീതിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീമാണ്, സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആവറേജ് മൂവി ആയിട്ട്. നല്ല പടം. എവിടെയൊക്കെയോ മിസ്സിംഗ് കണക്ഷൻ എന്തൊക്കെയോ മിസ്സാവുന്നുണ്ട്. ഈ പാർവതി തിരുവോത്തിന്റെ റോൾ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിക്കാരി കൊള്ളാം, പൃഥ്വിരാജ് കൊള്ളാം, പെർഫോമൻസ് എല്ലാം കൊള്ളാം. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്സിങ് പോലെ. ഡയറക്ഷൻ വൈസ് കൊള്ളാം, മേക്കിംഗ് എല്ലാം കൊള്ളാം, ഫൈറ്റ് കൊള്ളാം. BGM ജേക്സ് ബിജോയുടെ ലെവലിൽ വന്നിട്ടില്ല. കോമൺ മാൻ വിചാരിച്ചാൽ എന്തൊക്കെ പറ്റും, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷമമുള്ളത്, ഞാൻ ചെറിയൊരു മുഖം കാണിച്ചിട്ടുണ്ട്, പക്ഷെ കട്ടായിപ്പോയി. അത് മാത്രം വിഷമമേ ഉള്ളൂ. പക്ഷെ പടം നല്ല പടമായിരുന്നു, ആരെയും ഡിസപ്പോയിൻ്റ് ആക്കൂല. നല്ല പടം. ഇപ്പോൾ സമകാലമായിട്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞു പോയൊരു പടമാണ്. നല്ല പടം. സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയി, പക്ഷേ അതിൻ്റെ ഒരു തീമുണ്ടല്ലോ, ഐ നോബഡി, അത് നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ലാഗ് അടുപ്പിക്കുന്നുണ്ടോ അതോ? ഇല്ല, ഫുള്ളി എൻഗേജിങ് ആണ്. എല്ലാ ആക്ടേഴ്സും എല്ലാം സൂപ്പറാണ്. പൃഥ്വിരാജാണോ പാർവതിയാണോ കുറച്ചും കൂടെ ഹൈയിൽ നിൽക്കുന്നത്? പൃഥ്വിരാജും എന്താ പറയുക, പാർവതി പൃഥ്വിരാജിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുവാണ്. അതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. നല്ലതായിരുന്നു. അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജിൻ്റെ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പൃഥ്വിരാജിനെ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. നല്ല പടമായിരുന്നു. രാജേട്ടൻ ഒരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പവറൊന്നും ഇല്ലാത്ത അടിച്ച ആൾക്കാരൊന്നും തെറിച്ചുള്ളൂ. പക്ഷേ ഒരു 100 കൂട്ടം ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു സാധാരണക്കാരെ അടിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല. സ്റ്റോറി തന്നെ ഒരു അവിയൽ പോലെ ഉണ്ട്, അത്രേ പറയാൻ പറ്റൂ. വലുതായിട്ട് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ മണി ലോണ്ടറിങ് പോലെ ഉണ്ട് കേട്ടോ, സത്യമായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. സമയം പോയി, അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. 3 മണിക്കൂർ നല്ല ലാഗ് ഉണ്ട്. ഇൻ്റർവെൽ ടൈം ആകുമ്പോൾ നമ്മൾ വിചാരിക്കും പടം ഇപ്പോൾ തീരും, ഇപ്പോൾ ഇൻ്റർവെല്ലാവും. ഒരിക്കലും ആവില്ല കേട്ടോ, നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഒരു ഡാർവിൻ്റെ പരിണാമത്തിൻ്റെ വേറൊരു മോഡൽ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ആൾക്കാരെ കണക്റ്റ് ആയില്ല. അത് തന്നെയാണ് മെയിൻ പോരായ്മ. കൊള്ളത്തില്ല. മൈ സ്റ്റോറി കേസ് അവർ ഒരുമിച്ചതാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രകടനമൊന്നും കാഴ്ചവെക്കാനൊന്നുമില്ല. എന്നിരുന്നാലും ഓക്കെ ഫീലേ ഉള്ളൂ, ഭയങ്കരമായ ഒന്നുമില്ല. ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്കൊരു ഫീല് വരണം, ഒരു ഇമ്പാക്ട് തോന്നിക്കണ്ടേ, അതൊന്നുമില്ല. അതാണ് മെയിൻ പോരായ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. വലിയൊരു സംഭവം പക്ഷേ കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അത്ര ഒരു ഇത് വന്നില്ല, പക്ഷെ എങ്കിലും മോശമല്ല. എന്താണ് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്? ഒരു പീക്ക് സംഭവം പ്രതീക്ഷിച്ചു, പക്ഷേ അവസാനം ഒരു ഓക്കെ ആയിട്ട് അങ്ങ് എൻഡ് ചെയ്തു. എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാതൊന്നുമില്ല. അങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. ജസ്റ്റ് എൻഗേജിങ് ആയിട്ട് തന്നെ പോയി. എന്താണ് നെക്സ്റ്റ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് തോന്നും, പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് അങ്ങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങ് നിർത്തും, അത്രേ ഉള്ളൂ. പാർവതി ആ ഒരു കോംബോ ആയിരുന്നു. അതൊക്കെ നല്ലായിരുന്നു. പൃഥ്വിരാജൊക്കെ നല്ലായിരുന്നു, പാർവതി നല്ലായിരുന്നു. അഭിനയം പ്രശ്നമൊന്നുമില്ലായിരുന്നു.
ഡയറക്ഷൻ ലെവലോ? അതെല്ലാം എല്ലാം ഓക്കെയാണ്, പക്ഷേ ഞാൻ ഒരു പീക്ക് ലെവൽ പ്രതീക്ഷിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നില്ല, ഓക്കെ ആയിട്ട് തോന്നി. ഇഷ്ടപ്പെട്ടു. ചിലർക്ക് മോശം അഭിപ്രായമാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ടോ അതോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിനും നമ്മൾ പ്രതീക്ഷിച്ചു വന്നതിലും കൂടി കുറച്ച് ലോയാ, പക്ഷെ കൊള്ളാം, മൂവി കൊള്ളാം. എക്സ്പെക്ടേഷൻ അത്ര വന്നില്ല, ഇങ്ങനെ കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഒഴിച്ചു നിർത്തിയ പടം ടോപ്പ് ക്ലാസ്സാണ്. ടോപ്പ് ക്ലാസ് ആയിട്ട് വെച്ചാൽ കിടിലൻ ഫിലിം മേക്കിംഗ്. നമ്മളിപ്പോൾ റോർഷ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അവർ ആ റോർഷ എന്ന് പറയുന്ന സംഭവം ഡൈജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഡൈജസ്റ്റാണ്. ഇതിൻ്റെ ആ ലാസ്റ്റ് 20 മിനിറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ചാൽ ലോജിക്കൽ ഇഷ്യൂസിൻ്റെ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. എന്നാലും ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഓവറോൾ നോക്കുമ്പോൾ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളത് കണ്ടില്ല. അതായത് ഫൈറ്റ് സീൻ ആയാലും ഇത് ചെയ്തു വെച്ചേക്കുന്ന സിനിമാറ്റോഗ്രഫി ആയാലും സൗണ്ട് ഡിസൈൻ ആയാലും ഇതിൽ നമുക്ക് ഓരോ ഇങ്ങനെ എൻഗേജ് ആയി പോകാനായിട്ട് ഇവർ ഒരു സൗണ്ട് ട്രാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അതെല്ലാം നല്ലപോലെ തന്നെ വർക്കായിട്ടുണ്ട്. ആ കൂടെ ഇഷ്യൂ ആ 20 മിനിറ്റിനുള്ള ഇവർ കുറച്ച് പൊളിറ്റിക്സ് കയറ്റാൻ നോക്കി. അതിൻ്റെ ഒരു എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല, ട്രാക്ക് മാറിപ്പോയാലോ തോന്നും. അത് ഒഴിച്ച് നിർത്തിയാൽ പടം കിട്ടില്ലോ. ലോജിക്കലി ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് ലാസ്റ്റ് 20 മിനിറ്റ് ട്രാക്ക് മാറിപ്പോയതുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് കാണും, അല്ലാതെ അത് ഒഴിച്ച് നിർത്തിയാൽ പടം കിട്ടില്ലോ. അല്ലാതെ ഡയറക്ഷൻ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു കുറവോ കുറ്റമോ ഒന്നുമില്ല പറയാനായിട്ട്. ഞാൻ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതിൽ ട്രാക്ക് മാറിപ്പോയതുപോലെ ഒരു തോന്നുന്നു. നറേഷൻ ശരിയായിട്ടില്ല. ലാസ്റ്റ് 20 മിനിറ്റിൽ മാത്രം. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമ പ്രേക്ഷകർ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയ്ക്ക് ആകുമോ എന്ന് കണ്ടറിയണം.